സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാമേ, വാഗ്ദാനമേടണമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാമേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. അമ്മ ഉടലടി പരിഹാരമേകും, ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടലടി പരിഹാരമേകും, അവൻ പറയുന്നത് ചെയ്തിടുക, ജീവിതം ധന്യമായിടും, അവൻ പറയുന്നത് ചെയ്തിടും, ജീവിതം ധന്യമായിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രാരംഭ പ്രാർത്ഥന. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിക്ഷേപിക്കുവാൻ തിരുമനസ്സായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളും ദൈവത്തോട് ചെയ്തിട്ടുള്ള ഉടമ്പടി വിശ്വസ്തയോടെ പാലിച്ച് വിശുദ്ധിയിലും ദൈവഭക്തിയിലും നിലനിൽക്കുവാനുള്ള കൃപ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മാനുഷികമായ വഴികൾ അനുസ്മരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉടമ്പടി പ്രകാരമുള്ള അവിടുത്തെ പുതിയ വഴികൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഞങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരണമേ. കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി പുതിയ ജീവിത വഴികൾ ഞങ്ങളുടെ ജീവിതത്തിലും കാണിച്ചു തരുവാൻ തിരുമനസ്സാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മേ, എലിസബത്തിൻ്റെ ഭവനത്തിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ തിരുമനസ്സായ കർത്താവേ, ഞങ്ങളും കൃപാസനം മാതാവിനോടുള്ള ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക വഴി അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ ഇപ്പോൾ നിറയപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നമുക്കൊന്നിച്ച് ഏറ്റുചൊല്ലാം. ഇതാ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ദാസി, അങ്ങേ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന ഉടമ്പടി വചനം ഉച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി സമർപ്പിച്ച നാഥേ, ഈ നിമിഷം പൂർണ്ണമായി ഞങ്ങളെ അങ്ങേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നു. അബ്രഹാത്തിന് 99-ാമത്തെ വയസ്സിൽ പ്രത്യക്ഷപ്പെട്ട് തന്റെ മുൻപാകെ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്ന ഉടമ്പടി വചനത്തിലൂടെ വഴി നടത്തിയ ദൈവമേ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതം ദൈവ തിരുമനസ്സിന് ഉടമ്പടി ചെയ്തപ്പോൾ വചനം മാംസമായി രക്ഷകൻ പിറന്നതുപോലെ അതെ
വാക്യാർത്ഥത്താലേ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ വെറും വെള്ളത്തെ പുതുവീഞ്ഞാക്കി അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഈശോയെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ദൈവരാജ്യത്തിലും അടയാളങ്ങൾ ആരംഭിക്കണമേ. നീ ഭൂമിക്കൊരു അനുഗ്രഹമായിരിക്കും എന്ന് അബ്രഹാത്തിലൂടെ വിശ്വാസികൾക്കെല്ലാം അവിടുന്ന് നൽകിയ വാഗ്ദാനമനുസരിച്ച് കണ്ണീരിന്റെ ഈ കാലത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി കാനായിലെ ആദ്യ അത്ഭുതമെന്നോണം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവിക അടയാളങ്ങൾ ആരംഭിക്കണമേ. പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വാഗ്ദാന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവെ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ലൂക്ക 5:5 പ്രാർത്ഥിക്കുന്നു. ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ ബലിയിറക്കാം. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പുറപ്പാടിൻ്റെ 34:10 പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഒരിടത്തും ഒരു ജനങ്ങൾക്കിടയിലും നടന്നിരാത്ത തരത്തിൽ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനങ്ങൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ്. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത് ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർത്താവേ, അങ്ങേ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ ഉൽപ്പത്തിയുടെ 15:7 പ്രാർത്ഥിക്കുന്നു. ഈ നാട് നിനക്ക് അവകാശമായി തീരുവാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊരിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. ഈ വചനപ്രകാരം ഉടമ്പടി ചെയ്ത ഞങ്ങളുടെ ആവശ്യം സാധിച്ചു തരുവാൻ അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, പാപമോചന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ആത്മാർത്ഥമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വിലയിരുത്താം. പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളത് വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യോഹന്നാൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മേ മാതാവേ, ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ടുള്ള ബോധ്യവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായിട്ടുള്ള ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തന്ന വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ പാപമോചനം സ്വീകരിക്കുവാനായിട്ടുള്ള വലിയ ആഗ്രഹവും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിനും ശാക്തീകരിക്കുന്നതിനും അങ്ങയുടേതാക്കി തീർക്കുന്നതിനും വേണ്ടിയാണല്ലോ കർത്താവെ അങ്ങ് മനുഷ്യവർഗമായി ഉടമ്പടി സ്ഥാപിച്ചത്. ഉടമ്പടി പ്രകാരം ഞങ്ങൾ അങ്ങയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിബന്ധനകളുടെ മേൽ വിശ്വസ്തത പാലിക്കുവാൻ ഞങ്ങളെ ഈ ഉടമ്പടി നൊവേന പ്രാർത്ഥന വഴി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് അങ്ങ് ഉടമ്പടി പ്രകാരം ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ഈ പ്രമാണത്തെ അവഗണിച്ചു പോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ഈ നിമിഷം അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങൾ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്ന ഉടമ്പടി വാഗ്ദാന പ്രകാരം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അവിടുത്തെ നാമം ഞങ്ങൾ ദുരുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ നാമത്തിൽ മറ്റുള്ളവരോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ
വിശ്വസ്തതയില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പന നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളോട് ഉടമ്പടി ചെയ്തുവെങ്കിലും ഞങ്ങൾക്ക് പലപ്പോഴും പല കാരണങ്ങളാൽ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാൻ കഴിയാതെ പോയിട്ടുണ്ട്. അതിനെ ഓർത്ത് ഞങ്ങൾ ഈ നിമിഷം അനുദപിച്ച് അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുവാൻ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്ന് അങ്ങ് ഞങ്ങൾക്ക് ഉടമ്പടി നിബന്ധനയായി നൽകിയ കൽപ്പന പാലിക്കാതെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കാതെ വീഴ്ചകൾ വന്നു പോയപ്പോൾ ആ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അനുദപിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കൊല്ലരുതെന്ന കൽപ്പന വഴി മനുഷ്യജീവിതത്തിന്റെ മൂല്യത്തെയും സഹോദരരോട് ഞങ്ങൾക്കുണ്ടാകേണ്ട കരുണയെയും കുറിച്ച് ഞങ്ങളെ ഉടമ്പടി വഴിയായിട്ട് അറിയിച്ച ഈശോനാഥ, ഈ കൽപ്പനയ്ക്കെതിരായി വാക്കാലും പ്രവൃത്തിയാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ അപരാധങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. വ്യഭിചാരം ചെയ്യരുത് എന്ന 6-ാം കൽപ്പനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഉടമ്പടി വചനത്തിനെതിരായി വാക്കാലും പ്രവൃത്തിയാലും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും അങ്ങ് പൊറുക്കണമേ എന്ന് അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. മോഷ്ടിക്കരുത് എന്ന 8-ാം ഉടമ്പടി കൽപ്പന വഴിയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അവഗണിച്ചതിനെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. കള്ളസാക്ഷ്യം നൽകരുത് എന്ന ഉടമ്പടി വചനത്തിലൂടെ ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അങ്ങയെ പ്രതിയായിരിക്കണമെന്ന് ഞങ്ങളെ അനുസ്മരിപ്പിച്ച നാഥ, ഈ പ്രമാണം പാലിക്കാതെ പോയിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും ഓർത്തുകൊണ്ട് മനസ്തപിച്ച് അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ ജീവിത പങ്കാളിയെ മോഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ദാമ്പത്യ വിശ്വസ്തതയെയും അതിൻ്റെ ഉടമ്പടിയെയും അരക്കിട്ടുറപ്പിച്ച നാഥ, ഞങ്ങളുടെ ദാമ്പത്തിക ബന്ധത്തിൽ അവിശ്വസ്തത പാലിച്ചു പോയിട്ട് നിമിഷങ്ങളെയും അതുവഴിയായിട്ട് വന്നിട്ടുള്ള കുടുംബത്തിലെ എല്ലാ കുറവുകളെയും പരിഹരിച്ച് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. അന്യന്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്ന കൽപ്പനയിലൂടെ ഞങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് യഥാർത്ഥമായ ഉൾക്കാഴ്ച നൽകിയ നാഥ, ഈ ഉടമ്പടി വചനം പാലിക്കുന്നതിൽ വന്നു പോയിട്ടുള്ള എല്ലാവിധ കുറവുകളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലായിരുന്നുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളെയും ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളെയും ഈ നിമിഷം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കൃപയാകണമേ എന്നും കനിവ് തോന്നണമേ എന്നും ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ അങ്ങയുടെ വലിയ കരുണ ഒഴുക്കണമേ എന്നും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോടുള്ള ഞങ്ങളുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കണമേ. നിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരമേ, വാഗ്ദാന പേടകമേ, കൃപാവര മാതേ നിത്യം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉഷകാല താരമേ, വാഗ്ദാന പേടകമേ,
കണ്ണീരോടണയുന്ന മാനവമക്കൾക്കായി ഉടമ്പടി പ്രാർത്ഥനയാ അനുഗ്രഹമേകും അമ്മേ ജീവിത വിശുദ്ധിയും കാരുണ്യപ്രവൃത്തിയും പ്രാർത്ഥന ജീവിതവും ഏകണേ സ്നേഹനാഥേ. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ വലിയ മഹത്വം ദർശിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും രോഗങ്ങൾ കാരണമാകണമെന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ കൈവപ്പ് വഴി നമ്മളുടെ ജീവിതത്തിൽ സൗഖ്യം അനുഭവിക്കുവാനായിട്ടുള്ള കൃപ നൽകണമെന്നും നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു എന്ന് ഈശോ എന്ന സഹനദാസനെ കുറിച്ച് ഏഷ്യ നൽകിയ വെളിപാട് പോലെ കർത്താവ് നമ്മളോട് ചെയ്ത ഉടമ്പടി പ്രകാരമാണ് അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കുകയും ചെയ്തത്. നമ്മുടെ രോഗങ്ങളാണ് അവൻ വഹിച്ചത്. അതുകൊണ്ട് തന്നെ യേശു എന്ന ഏകരക്ഷകന്റെ ഉടമ്പടി പ്രകാരമുള്ള ഏറ്റവും വലിയ ദൗത്യം എന്നത് മനുഷ്യന്റെ പാപങ്ങളും രോഗങ്ങളും വഹിക്കുക എന്നുള്ളതാണ്. ആ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പാപമോചന രോഗസൗഖ്യ ദൈവമഹത്വ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള സൗഖ്യത്തിനും വിടുതലിനുമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നത്. ഈ നിമിഷം സൗഖ്യത്തിനായി പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഓരോ വിഷയങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ രോഗത്തിൻ്റെ അവസ്ഥകളും ജീവിതത്തിൻ്റെ വേദനകളും നൊമ്പരങ്ങളും നമ്മളുടെ ബന്ധുജനങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടിരിക്കുന്നോ അവരുടെയൊക്കെ രോഗങ്ങളിൽ ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ ശക്തി കടന്നു വരുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട് തിരുവള്ളമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കൃപാസന രോഗസൗഖ്യ ദൈവമഹത്വ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും യേശു നാമശക്തിയാൽ സൗഖ്യപ്പെട്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹൃദയരോഗമുള്ളവരുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, ഹൃദയത്തിൻ്റെ വാൽവുകൾ ചുരുങ്ങിപ്പോയവർ, വാൽവ് ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചവർ, വ്യത്യസ്തങ്ങളായ ഹൃദയരോഗമുള്ളവർ സുഖപ്പെട്ടുകൊണ്ട് ദൈവപിതാവെ യേശുനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കരൾ രോഗമുള്ളവരുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കരൾ രോഗമുള്ളവർ, കരൾ വികസിക്കുന്നവർ, മഹോദര രോഗമുള്ളവർ അവരെ സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവെ ഈ നിമിഷം ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശ്വാസകോശ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശ്വാസകോശങ്ങളെ ന്യൂമോണിയ, ആസ്മ, ടൈഫോയിഡ്, കോവിഡ് ഉൾപ്പെടെയുള്ള രോഗങ്ങളാൽ ശ്വാസകോശം ബ്ലോക്ക് ആയിട്ടുള്ളവർ, ശ്വാസതടസ്സം അനുഭവിക്കുന്ന രോഗികൾ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ അവരുടെ ശ്വാസകോശങ്ങളെ ഈ നിമിഷം കഴുകി സുഖപ്പെടുത്തി അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ശിരസ് സംബന്ധമായ രോഗങ്ങളുള്ളവർ സുഖപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ശിരസ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും ശിരസിൽ അങ്ങേ വിശുദ്ധമായിട്ടുള്ള വരതുകലം വെക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലതരത്തിൽ തലച്ചോറിൽ കേടുകളുള്ളവരുണ്ട്, അപസ്മാര രോഗികളുണ്ട്, ന്യൂറോ രോഗികളുണ്ട്, തല വലുതാകുന്ന കുഞ്ഞുങ്ങളുണ്ട്, നടക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, തല ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, സംസാരിക്കാത്ത കുഞ്ഞുങ്ങളുണ്ട്, രോഗത്താൽ വിലപിക്കുന്ന മക്കളുണ്ട്, കണ്ണിന് കാഴ്ച കുറവുള്ളവരുണ്ട്, തലയോട്ടിക്ക് വേദന ഉള്ളവരുണ്ട്, ബലമില്ലാത്തവരുണ്ട്, വിട്ടുമാറാത്ത തലവേദനയുള്ളവരുണ്ട്, മുടി കൊടിച്ചിലുള്ളവരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ശിരസിൽ അങ്ങയുടെ വിശുദ്ധ കരം വെച്ച് സൗഖ്യപ്പെടുത്തി
അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഉദരരോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഉദരരോഗികൾ, വിശപ്പില്ലാത്തവർ, ദഹനക്കുറവുള്ളവർ, അൾസറുള്ളവർ, അർസസ് രോഗികൾ, കൊടിൽ പുണ്ണുള്ളവർ, ഭക്ഷണം കഴിക്കുവാൻ പറ്റാത്തവർ, മറ്റ് രോഗങ്ങളാൽ ഉദരസംബന്ധമായ വേദന അനുഭവിക്കുന്ന എല്ലാ സഹോദരരിലും അങ്ങയുടെ വിശുദ്ധമായിട്ടുള്ള കരം വെച്ച് തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ അവരെ സുഖപ്പെടുത്തി അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, എല്ലാ വാദരോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തവാദമുള്ളവർ, ആമവാദമുള്ളവർ, വാദം കൊണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് കെട്ടിക്കിടക്കുന്നവർ, വാദപ്പൊട്ടുള്ളവർ, വേരിക്കോസിന്റെ അസുഖങ്ങളുള്ളവർ, എല്ലാവരിലും ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, അങ്ങയുടെ വിശുദ്ധ കരം വെക്കപ്പെടുവാനായിട്ട്, തിരുരക്തത്തിന്റെ അഭിഷേകത്തിൽ അവർ സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കിഡ്നി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കിഡ്നിയിൽ കല്ലുള്ളവർ, കിഡ്നി ചുരുങ്ങുന്നവർ, കിഡ്നി പ്രവർത്തിക്കാത്തവർ, അതിൻ്റെ പേരിൽ ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, പല പല ഭക്ഷണ പാനീയങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കാത്ത സഹോദരങ്ങൾ, വേദന അനുഭവിച്ചുകൊണ്ട് ഓരോ ദിവസവും കണ്ണീരോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ കരം വെക്കപ്പെടുവാനും അങ്ങയുടെ തിരുരക്തം ഒഴുക്കുവാനും അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. അസ്ഥി രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസ്ഥി ദ്രവിക്കുന്നവർ, അസ്ഥി ഉരുക്കമുള്ളവർ, അപകടത്തിൽ അസ്ഥി വിട്ടുപോയവർ, അസ്ഥിരോഗത്താൽ ആശുപത്രിയിൽ കിടക്കുന്നവർ, അസ്ഥി യോജിക്കാത്തവർ, തലയോട്ടിൽ പൊട്ടലുള്ളവർ, അസ്ഥി സർവാംഗം പൊട്ടിയിട്ടുള്ളവർ, കർത്താവെ, അവരുടെ തകർന്ന അസ്ഥികളെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ ഒട്ടിച്ചേർപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം നീട്ടി അവരെ സ്പർശിക്കണമേ എന്നും അങ്ങനെ അങ്ങയുടെ നാമത്താൽ അവർ ബലപ്പെട്ടവരായി തീരുവാൻ കൃപയാകണമേ എന്നും അങ്ങനെ അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, ഓട്ടിസം രോഗികളുടെ സൗഖ്യത്തിനായി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ ഓർക്കുന്നു. എത്രയോ മക്കളാണ് ഓരോ ദിവസവും കണ്ണീരോടുകൂടി അവരുടെ മാതാപിതാക്കളോടൊപ്പം ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. കർത്താവെ, നിന്റെ വിശുദ്ധമായ ആണിപ്പഴുതുള്ള വലതു കരത്താൽ ഈ കുഞ്ഞുങ്ങളുടെ ശിരസിൽ അങ്ങയുടെ കൈകൾ വയ്ക്കണമേ. അങ്ങനെ അവരുടെ രോഗങ്ങളിൽ ദൈവികമായിട്ടുള്ള സാന്നിധ്യം കടന്നു വരുവാനായിട്ട്, മാതാപിതാക്കളെ ശക്തിപ്പെടുത്തുവാനായിട്ട് തിരുവള്ളമാകണമേ എന്നും അങ്ങനെ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ മക്കളെല്ലാവരും ദൈവനാമത്തെ മഹത്വപ്പെടുവാനായിട്ടും ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. എല്ലാ ഗർഭാശയ രോഗികളുടെയും സൗഖ്യത്തിനായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഗർഭാശയ രോഗികൾ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, ഗർഭാശയം ചുരുങ്ങിപ്പോയവർ, ഗർഭാശയത്തിന് കട്ടിയില്ലാത്തവർ, ഗർഭാശയത്തിന് ഒരു കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് ഒരു വിധത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ശക്തിയുമില്ലാത്തവർ, എല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ അൾത്താരയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒത്തിരിയേറെ സഹോദരങ്ങൾ ഒരു കുഞ്ഞെന്ന സ്വപ്നവുമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവായ ദൈവമേ, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ ഉടമ്പടി ആരാധനയിൽ ആരൊക്കെയാണോ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളത്, ആരൊക്കെയാണ് ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം നൽകി അവരുടെ ജീവിതത്തെ ധന്യമാക്കണമേ എന്ന്, അതുവഴിയായിട്ട് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. മൂത്രാശയ രോഗികളുടെ സൗഖ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, മൂത്രത്തിൽ കല്ലുള്ളവർ, മൂത്രമൊഴിക്കുമ്പോൾ വേദനയുള്ളവർ, എരിച്ചിലുള്ളവർ, മൂത്രം പോകുവാൻ തടസ്സമുള്ളവർ, ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവർ, മൂത്രം അറിയാതെ പോകുന്ന സഹോദരീ സഹോദരന്മാർ, കർത്താവെ, ഇവരെല്ലാവരെയും ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധമായിട്ടുള്ള അൾത്താരയുടെ സാന്നിധ്യത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇവരെ ശുശ്രൂഷിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള സമാധാനം ലഭിക്കുവാനായിട്ട്, രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട്, അങ്ങയുടെ വലത്തുകരം ഇവരുടെ ശിരസിൽ വയ്ക്കപ്പെടുവാനായിട്ട്,
അങ്ങയുടെ തിരുരക്തത്തിൻ്റെ അഭിഷേകത്താൽ രോഗസൗഖ്യം ലഭിക്കുവാനായിട്ട്, അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഈ നിമിഷം നമ്മൾ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ ആരൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്? അവരെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും ഇടപെടലും തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകവും ഇവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടും, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിൽ രോഗത്തിന് സൗഖ്യം ലഭിക്കുവാനായിട്ടും, ഉടമ്പടി എടുത്തവർ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയാകണമേ എന്ന് മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന ജീവിത തടസ്സങ്ങളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഈശോയ്ക്ക് സമർപ്പിക്കാം. വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കടന്നുപോയവർ, ഇപ്പോഴും ജീവിത പങ്കാളിയെ പ്രതീക്ഷിക്കുന്നവർ, അവരെ പ്രത്യേകം ഈ നൊവേനയിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള പണമോ ആരോഗ്യമോ വിവാഹത്തിന് വേണ്ട മറ്റ് ഒരുക്കങ്ങളോ ഇല്ലാത്ത എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട്, ത്രിയേക ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് തിരുവള്ളമാകണമേ എന്നും അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കുട്ടികളില്ലാത്തവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുട്ടികളില്ലാത്തവരും അതുമൂലം വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ, അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളെല്ലാം അനുവർത്തിച്ചിട്ടും കുഞ്ഞെന്ന സ്വപ്നം സാധ്യമാകാത്ത എല്ലാ സഹോദരങ്ങളുടെയും ജീവിതത്തിൽ, അവരുടെ വിവാഹ ബന്ധത്തിൽ വന്നിട്ടുള്ള വിള്ളലുകളിൽ, അവർ പരസ്പരമുള്ള എല്ലാ പ്രശ്നങ്ങളിലും, ഇതുമൂലമുണ്ടാകുന്ന തർക്കങ്ങളിലും തടസ്സങ്ങളിലും അപമാനങ്ങളിലും ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം സ്വീകരിക്കപ്പെടുവാനായിട്ട്, അങ്ങനെ ദൈവനാമം മഹത്വപ്പെടുവാനായിട്ട് തിരുവള്ളമാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ജോലിയില്ലാത്തവർക്കും ജോലി നഷ്ടപ്പെട്ടവർക്കും ജോലിക്കായി പരിശ്രമിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബം പുലർത്തുവാൻ ഒരു മാർഗവുമില്ലാതെ സാമ്പത്തികമായിട്ടുള്ള കടങ്ങളും നിത്യച്ചിലവിന് പോലും വഴിയില്ലാത്ത, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പണമില്ലാത്ത, വീട് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയാത്ത എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഈ നിമിഷം ഈ ഉടമ്പടി ആരാധനയിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നൊവേന പ്രാർത്ഥനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ എല്ലാ ജീവിതങ്ങളിലും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കുവാനായിട്ട്, ത്രിയേക ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്ന രീതിയിൽ ഇവരുടെ ജീവിതങ്ങളിൽ കുടുംബങ്ങളിൽ അടയാളങ്ങൾ പ്രാപിക്കുവാനായിട്ട് ഇടയാക്കണമേ എന്നും ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ എഴുതുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലെ മക്കൾ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും, ദൈവം ആഗ്രഹിക്കുന്ന ദൈവനാമം മഹത്വപ്പെടുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുവാനായിട്ടും, മാതാപിതാക്കളെയും മുതിർന്നവരെയും ഗുരുക്കന്മാരെയും അനുസരിക്കുവാനായിട്ടും, അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിക്കുവാനായിട്ടും, അങ്ങനെ സ്വർഗത്തിൻ്റെ മക്കൾക്കടുത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ഞങ്ങളുടെ ഓരോരുത്തരുടെയും മക്കളെ അനുഗ്രഹിക്കണമേ എന്നും അതുവഴിയായിട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവായ ദൈവമേ, പറമ്പ് വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, പറമ്പ് വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, സ്ഥലത്തെ വഴി ലഭിക്കാത്ത സഹോദരങ്ങൾ, സ്ഥലത്തിൻ്റെ രേഖകൾ ശരിയല്ലാത്ത സഹോദരങ്ങൾ, പ്രമാണങ്ങൾ നഷ്ടപ്പെട്ടവർ, ഭാഗ ഉടമ്പടി നടക്കാത്തവർ, പറമ്പ് വാങ്ങിയിട്ട് വിറ്റുമാറാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾ, കർത്താവായ ദൈവമേ, ഈ നിമിഷം ഈ ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് ഏതെല്ലാം സഹോദരീ സഹോദരന്മാർ അവരുടെ സ്ഥലം എന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ട്, ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, അതിലെല്ലാം ദൈവികമായിട്ടുള്ള ശക്തി ആവസിക്കപ്പെടുവാനായിട്ട്, തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട്,
തിരുഹിതം മഹത്വപ്പെടുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ലഭിക്കുവാനായിട്ട് തിരുവുള്ളമാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴിയായിട്ട് ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. വിദേശ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, യാത്രാ തടസ്സങ്ങളിൽ, അതിനുശേഷം അവിടെ ചെന്ന മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് കൂടെ നടന്ന് ഈശോയുടെ കരങ്ങളിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് അവരുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സമുള്ളവർ, അതുപോലെ തന്നെ വിസ പുതുക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ പണം വേണമെന്ന വിഷമത്തോടുകൂടി ഓരോ ദിവസവും നീറിപ്പുകയുന്ന ഓരോ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠനം കഴിഞ്ഞിട്ടും ഒരു ജോലിയാകാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഒത്തിരിയേറെ മാതാപിതാക്കന്മാർ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ മക്കളെയെല്ലാം ഈ നൊവേന പ്രാർത്ഥനയിൽ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതങ്ങളിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ലഭിക്കട്ടെ, ദൈവികമായിട്ടുള്ള ഇടപെടലുണ്ടാവട്ടെ. അങ്ങനെ ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. കർത്താവെ, ഉടമ്പടി എടുത്ത, ഉടമ്പടി പുതുക്കി ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളിലും കുറവുകളിലും പരിശുദ്ധാത്മ നിറവ് കടന്നു വരുവാനായിട്ട്, ഉടമ്പടി ജീവിതം സഭയുടെ ജീവിതമാണെന്ന തിരിച്ചറിവിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഉടമ്പടി എടുത്ത് ഈ ലോകത്തിൽ നിന്ന് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട എല്ലാ മക്കളെയും ഈ നിമിഷം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളിലും ദൈവികമായിട്ടുള്ള നിറവ് കടന്നു വരുവാനായിട്ട്, പരിശുദ്ധാത്മ ശക്തി കടന്നു വരുവാനായിട്ട്, സ്വർഗത്തിൻ്റെ വാതിൽ അവരുടെ മുൻപിൽ തുറക്കപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആലയത്തിലേക്ക് ഒരിക്കലെങ്കിലും കടന്നു വന്ന് ആരൊക്കെ തങ്ങളുടെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടുകൂടി സമർപ്പിച്ച് കടന്നു പോയിട്ടുണ്ടോ, അവരുടെ എല്ലാവരുടെയും ജീവിത നിയോഗങ്ങളിൽ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിക്കുവാനായിട്ട് തിരുവുള്ളമാവണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ തിരുനാമം മഹത്വപ്പെടുവാനും ഞങ്ങളുടെ ജീവിതങ്ങൾ സ്വർഗോന്മുഖമായിട്ട് തീരുവാനും അനുഗ്രഹം നൽകണമേ എന്നും ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ഒരു നിമിഷം ത്രിയേക ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉടമ്പടി എന്ന വലിയ ബലത്തിൻ്റെ ആ ഒരു ശക്തിയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, അൾത്താരിൽ പറയുവാനായിട്ട് വിട്ടുപോയിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസവും കടന്നു വരുന്ന ഓരോ നിയോഗങ്ങളെയും, കുടുംബത്തിൻ്റെ നിയോഗങ്ങളെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാരുടെ നിയോഗങ്ങളെ ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരാധനയുടെ സമയം ഏറെ പ്രത്യേകമായിട്ട് കൃപാസന അൾത്താരയിൽ ആരാധന നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം പ്രകടമാണ്. അതുകൊണ്ടാണ് ഓരോ ഉടമ്പടി നിയോഗങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തി വെളിപ്പെട്ടുകൊണ്ട് ദൈവികമായിട്ടുള്ള ആ സമയം സമാഗമമാകുവാനായിട്ട് പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതും. ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൽ, ത്രിയേക ദൈവസന്നിധിയിൽ, പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളിലും, അൾത്താരയിൽ പറയുവാനായിട്ട് വിട്ടുപോയിട്ടുള്ള നിയോഗങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടെങ്കിൽ ഈ നിമിഷം ഓൺലൈനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരും അതോടൊപ്പം തന്നെ ഈ ആലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ആ നിയോഗങ്ങളെ ഈ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ നിയോഗങ്ങളെ എടുത്ത് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം സമർപ്പിക്കും. അതുവഴിയായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം കാനായിൽ എപ്രകാരമാണോ ആ കുടുംബത്തിന് ലഭിച്ചത്, അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും നിറവേറ്റപ്പെടും എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി ഉടമ്പടി എന്ന വലിയ ശരണത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈ മക്കളെ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളിലും ഈശോയുടെ വലിയ നിറവ് ലഭിക്കുവാനായിട്ട്, തീർപ്പ് കൽപ്പിക്കപ്പെടുവാനായിട്ട് തിരുവുള്ളമാവണം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ,
കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ സ്വരം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, വചനം കേട്ട് അത് പാലിക്കുന്നവരിലൂടെ, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾ എന്നും കുടികൊള്ളുവാൻ തിരുമനസ്സാകണമേ. നാരകീയ തിന്മകളുമായുള്ള പോരാട്ടത്തിൽ ദൈവകൽപ്പനകൾ പാലിച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരായി ജീവിച്ച് നിത്യം പോരാടുവാൻ ഞങ്ങളെ ശാക്തീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്താൽ കാനായിലെ വിവാഹ വീട്ടിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്ന ഉടമ്പടി വചനത്താൽ ആ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനോട് ഞങ്ങളുടെ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ തിരുമനസ്സാകണമേ. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വഴിയും വാതിലും ലോകത്തിന് കാനായിൽ നടന്ന അത്ഭുതത്തിലൂടെ കാണിച്ചു കൊടുത്തമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലെ വിഷമ ഘട്ടങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന നിരതനായ പിതാവിൻ്റെ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ തിരുമനസ്സാകണമേ. ലൂക്കാ 8:21 അരൂപിയിൽ ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് സുവിശേഷ സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ തിരുവുള്ളമാകണമേ. സാക്ഷ്യ ജീവിതത്തിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും മിഷൻ പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസം മറ്റുള്ളവരുടെ മുന്നിൽ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ത്രിയേക ദൈവത്തെ ഞങ്ങളുടെ ജീവിത വിഷമതകളിലേക്ക് ഇടപെടുത്തുവാൻ കനിവുണ്ടാകണമേ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഈ പ്രാർത്ഥന ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യവൈദ്യനായ ഈശോയെ, ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു. മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി തിരുമുൻപിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൽ രാജ്ഞിയായി വാഴണമേ. പൂർണ്ണ ആരോഗ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മറിച്ചാണ് ദൈവഹിതമെങ്കിൽ അവ സഹനങ്ങളെ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനായിട്ടുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വാഗ്ദാന പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധ കുർബാനയുടെ ആശീർവാദ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ നിമിഷം നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന വലിയ പ്രാർത്ഥനയോടുകൂടി, പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം നമുക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഉള്ളിൻ്റെ ഉള്ളിൽ ഉയരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഈ നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവികാരൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഓരോ നിയോഗങ്ങളിലും ദൈവികമായിട്ട് തീർപ്പ് കൽപ്പിക്കപ്പെടും എന്നുള്ളതിലൊരു സംശയവുമില്ല. മറിച്ചാണ് ദൈവഹിതമെങ്കിൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ദൈവപിതാവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പുത്രന്റെ സഹനത്തോട് കുരിശിനോട് ഞങ്ങളുടെ ജീവിതത്തെ ചേർത്ത് വെക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, അത് സന്തോഷത്തോടെ സഹിക്കുവാനായിട്ടുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങൾ എല്ലാവരെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപോലെ യേശുവേ. സ്വന്തമേ അങ്ങാചാരണ ആരാധന 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന